ഡൽഹിയിൽ ബി.ജെ.പി. സർക്കാരിന്റെ ആദ്യ നിയമസഭാ സമ്മേളനം ഇന്ന് ആരംഭിക്കും. ഡൽഹി തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ നിയമസഭാ സമ്മേളനമാണ് ഇന്ന് തുടക്കമാകുന്നത്. സ്പീക്കർ തെരഞ്ഞെടുപ്പിനും അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്കും നേതൃത്വം നൽകാൻ അരവിന്ദ് സിംഗ് ലവ്ലിയെ പ്രോടേം സ്പീക്കറായി തെരഞ്ഞെടുത്തു. മുൻ കെജ്രിവാൾ സർക്കാരിന്റെ കാലത്തെ ചെലവുകൾ വിശദമാക്കുന്ന CAG റിപ്പോർട്ട് 25-ന് സഭയിൽ വയ്ക്കും. രാവിലെ 11-ന് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരുടെ സത്യപ്രതിജ്ഞ നടക്കും. ഉച്ചകഴിഞ്ഞാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. മുതിർന്ന നേതാവും MLA-യുമായ വിജേന്ദർ ഗുപ്തയാണ് സ്പീക്കർ സ്ഥാനാർത്ഥി. ബി.ജെ.പി. MLA വിജേന്ദർ ഗുപ്തയെ സഭാ സ്പീക്കറായി നാമനിർദ്ദേശം ചെയ്യുന്നതിനുള്ള പ്രമേയം മുഖ്യമന്ത്രി രേഖ ഗുപ്ത അവതരിപ്പിച്ചിരുന്നു. ഫെബ്രുവരി 25-ന് ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന സഭയിൽ നയപ്രഖ്യാപന പ്രസംഗം നടത്തും. തുടർന്നാണ് മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ആഡംബര ബംഗ്ലാവ് നിർമ്മാണത്തിന്റെ അടക്കം ചെലവുകൾ വിവരിക്കുന്ന CAG റിപ്പോർട്ട് അവതരണം. 27-ന് രാവിലെ 11 മണിക്ക് ലഫ്റ്റനന്റ് ഗവർണറുടെ പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയും ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പും നടക്കും. പുതിയ സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ CAG റിപ്പോർട്ട് വയ്ക്കുന്നത് പാസാക്കിയിരുന്നു. റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട സഭയിൽ ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധമുണ്ടായിരിക്കും. ഇന്നലെ നടന്ന ആം ആദ്മി പാർട്ടി നിയമസഭാ കക്ഷിയോഗത്തിൽ മുൻ മുഖ്യമന്ത്രി അതിഷിയെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തിരുന്നു. AAP പാർട്ടി നേതാക്കളാണ് ഇക്കാര്യം അറിയിച്ചത്. ഇതോടെ ഡൽഹി മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും വനിതകളായി. ഇതാദ്യമായാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും വനിതകളാകുന്നത്. ഇന്നലെ നടന്ന AAP യോഗത്തിലാണ് അതിഷിയെ പ്രതിപക്ഷ നേതാവാക്കുന്നതിൽ തീരുമാനമായത്. അരവിന്ദ് കെജ്രിവാളും അതിഷിയും ഉൾപ്പെടെ പാർട്ടിയിലെ മറ്റ് 22 MLA-മാരും യോഗത്തിൽ പങ്കെടുത്തു. നിയമസഭാ സ്പീക്കറുടെ തെരഞ്ഞെടുപ്പ് ഉച്ചയ്ക്ക് നടക്കും. ഫെബ്രുവരി 26-ന് രാവിലെ നന്ദി പ്രമേയ ചർച്ച ആരംഭിക്കും. അതിനുശേഷം ഡൽഹി നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറുടെ തെരഞ്ഞെടുപ്പും നടക്കും. 3 ദിവസത്തെ നിയമസഭാ സമ്മേളനത്തിൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത അറിയിച്ചിരുന്നു. മുൻ സർക്കാർ ജനങ്ങളുടെ പണം ദുരുപയോഗം ചെയ്തു. ഓരോ പൈസയ്ക്കും അവർ കണക്കു പറയേണ്ടി വരുമെന്നും മുഖ്യമന്ത്രി രേഖ ഗുപ്ത വിമർശിച്ചു. ഡൽഹിക്ക് വേണ്ടി ഞങ്ങൾ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കും. ആദ്യ സമ്മേളനത്തിൽ തന്നെ CAG റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും രേഖ ഗുപ്ത അറിയിച്ചു. ഫെബ്രുവരി 5-ന് നടന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 70-ൽ 48 സീറ്റുകൾ നേടിയാണ് ബി.ജെ.പി. അധികാരത്തിലെത്തിയത്. AAP കൺവീനർ അരവിന്ദ് കെജ്രിവാൾ, മനീഷ് സിസോദിയ ഉൾപ്പെടെ പാർട്ടിയുടെ നിരവധി ഉന്നത നേതാക്കൾ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിരുന്നു. 3 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിൽ മുൻ AAP സർക്കാരിനെതിരെയുള്ള CAG റിപ്പോർട്ടുകൾ അവതരിപ്പിക്കുമെന്ന് ബി.ജെ.പി. സർക്കാർ അറിയിച്ചിട്ടുണ്ട്.